നമസ്കാരം. ഒരാൾ സന്ധ്യയ്ക്ക് യാത്ര ചെയ്യുന്നു, കാറിലാണ്. പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് റിട്ടയറായി. വിവാഹം കഴിക്കാൻ ഒരുപാട് താമസിച്ചു. പൂനെയിലൊക്കെ ജോലി ചെയ്തു, ബോംബെയിലൊക്കെ ജോലി ചെയ്തു, മുംബൈയിലൊക്കെ ജോലി ചെയ്തു. ജീവിതം എങ്ങും എത്തിയില്ല. ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ സഹോദരന്മാർക്കൊക്കെ കൊടുത്തു. ഒരു ചെറിയ വീട്, 3 സെൻറ്റ് വീടും ഒരു ചെറിയ വീടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളാണെന്നുള്ള കേൾവി മാത്രമേ ഉള്ളൂ. ഈ അമ്മാവൻ്റെ വീടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഒരു പഴയകാല സിനിമകളിൽ, നസീർ സാറിൻ്റെയൊക്കെ സിനിമകളിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം എന്നെ കാണാൻ വന്നത് ഇദ്ദേഹത്തിൻ്റെ വലിയ അനുഭവം ഉണ്ടായി. ഇദ്ദേഹം കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ചെറിയൊരു കാറുണ്ട്, പഴയ അംബാസഡറാണ്. ആ കാറ് മേടിച്ചത് തന്നെ ഈ അമ്മാവൻ്റെ നിന്ന് കിട്ടിയ ഏതോ ഒരു പഴയ പണത്തിൽ നിന്ന് കിട്ടിയതെന്നാണ് ഇദ്ദേഹം ഈ കാറ് മേടിച്ചത്. ഇദ്ദേഹത്തിന് ആ അമ്മാവൻ്റെ ഒരു അവകാശം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്തായാലും ഈ കാറിൽ വരുമ്പോൾ രാത്രി ചാറ്റൽ മഴയുണ്ട്. ഇത് പഴയ വണ്ടി ആയതുകൊണ്ടും അതിൻ്റെ പ്രകാശം കുറവായതുകൊണ്ടും ഇദ്ദേഹം കാറ് ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയിട്ടിട്ട് കണ്ണടച്ചിരുന്നു. മഴ കഴിയട്ടെ എന്ന് വിചാരിച്ച്. അകത്ത് നല്ല ചൂടുണ്ട്, പുറത്ത് നല്ല ചാറ്റൽ മഴയുണ്ട്. ഒരു ചായ കുടിക്കാനുള്ള ദാഹവും ഉണ്ടായി. നോക്കുമ്പോൾ ദൂരെ ഒരു പ്രകാശം കണ്ടു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആ പ്രകാശവും ഇല്ല. മെയിൻ റോഡിലൂടെ ആൾക്കാർ പോകുന്നുണ്ട്. സംഭവം നടന്നിട്ട് കുറച്ചു കാലം ആയതാണ്. വണ്ടികൾ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇന്നത്തെ ആലപ്പുഴയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി എവിടെയാണോ പ്രകാശം കണ്ടത് അവിടേക്ക് നടന്നു പോവുകയാണ്. ഈ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് പോയി. ദൂരത്ത് ചെന്നപ്പോൾ അവിടെ ഒരു മാടക്കടയാണ്. വളരെ കാലത്തിന് മുമ്പാണിത്. അദ്ദേഹം പറഞ്ഞ കഥയാണ് ഞാനങ്ങോട്ട് പറയുന്നത്. നിങ്ങളെ മനസ്സിൽ ആ ദൃശ്യം ഒന്ന് കണ്ടേക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെവിടെയാണ് സ്ഥലം? ഇത് ഉദയ സ്റ്റുഡിയോ ഭാഗമാണ്. ശരി. എനിക്കൊരു ചായ വേണമായിരുന്നു. പറഞ്ഞതില്ല, ചായ എല്ലാം ഞാൻ മടക്കി വെച്ചു, തീയൊക്കെ പറഞ്ഞ് എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, ഞാനത് ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, ഒരെണ്ണം തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും തീ കൊളുത്തി ഇദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുത്തു. അത് ചൂടൊന്നും ഇല്ലാത്തൊരു ചായയാണ്. അപ്പോൾ ഞാൻ, ചേട്ടാ, ഈ ഉദയ സ്റ്റുഡിയോ പണ്ട് നസീർ സാർ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ? നസീർ സാറൊക്കെ വന്ന് സിനിമയിൽ അഭിനയിച്ച സ്ഥലമല്ലേ? അതെ. സിനിമാ നടന്മാരൊക്കെ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? അതിങ്ങനെ പോയി. അത് നാശമാണോ എന്നറിയില്ല. ഇപ്പം അവരുടെ പുതിയ തലമുറയിലെ ബോബൻ കുഞ്ചാക്കോ കൊണ്ട് വന്നിട്ട് അതങ്ങനെ ശരിയാക്കി ഒക്കെ റെഡിയാക്കിക്കൊണ്ടുവന്നു. എന്നാലും പഴയൊക്കെ പ്രതാപമൊന്നുമില്ല, അതൊക്കെ പോയി. അതിനൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതെന്താ കാര്യം? അത് വിജയശ്രീ എന്ന് പറയുന്ന ഒരു നടിയുണ്ടായിരുന്നു. വിജയശ്രീ പഴയ കാലത്ത് ഭയങ്കര പ്രതാപിയായിരുന്ന ഒരു നടിയായിരുന്നു. അവർ ആത്മഹത്യ ചെയ്തു ഈ സ്റ്റുഡിയോയ്ക്കകത്ത്. ഇവരുടെ പ്രേതസഞ്ചാരമൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളാരും അതിനെക്കുറിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എന്തോ ഒരു സംഭവം അതിനകത്തുണ്ട്. നമ്മുടെ ചിലയിടത്തൊന്നും താമസിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറേ കാർഡൊക്കെ പല കമ്പനികൾക്കെല്ലാം കൊടുത്തിട്ട് കുറേ ഭാഗം ബാക്കിയുണ്ട്. അപ്പോൾ ചേട്ടനിലൊക്കെ വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ആൾ അവിടെ സിനിമയിൽ വർക്ക് ചെയ്തിരുന്നു, ലൈറ്റ് ബോയ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. പുള്ളി ഒരു ദിവസം രാത്രി അവിടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ വിജയശ്രീയെ കണ്ട് പേടിച്ചിട്ടുണ്ട് എന്നങ്ങണ്ട് പറഞ്ഞു. അവർ മരണശേഷം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഉദയ സ്റ്റുഡിയോ സർവനാശം സംഭവിച്ചില്ലാതായിപ്പോയി. ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി രണ്ടാമത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ഇദ്ദേഹം ചായയൊക്കെ കുടിച്ച് ചെറിയ നനവോട് കൂടി വന്ന വണ്ടിയിൽ കയറി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലങ്കയുടെ ശബ്ദം കേട്ടു എന്നാണ് പറയണേ. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഘാതമാണോ എന്ന് എനിക്കറിയില്ല. ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ പുറകിൽ ഒരു സ്ത്രീ ഇരിക്കുന്ന പോലെ തോന്നി. ഞാൻ ചോദിച്ചു, ഇത് വിജയശ്രീ തന്നെയാണോ? അതെ, വിജയശ്രീ തന്നെ ആയിരുന്നു സ്വാമി. ഞാൻ ചോദിച്ചു, അങ്ങനെ? ഞാൻ അവരുടെ സിനിമ കണ്ടിട്ടുണ്ട്. അത് വിജയശ്രീ തന്നെ എൻ്റെ കാറിൻ്റെ പുറകിലിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടോ? സ്വാമി, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. കാറിനകത്ത് അവരുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഒരു ഭയവും തോന്നിയില്ല. ഞാൻ ചോദിച്ചു, അമ്മ എങ്ങോട്ട് പോന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടേക്ക്. തനിക്ക് പേടിയുണ്ടോ എന്നെ എന്ന് ചോദിച്ചു. അപ്പം ഇയാൾ കഥയുണ്ടാക്കി പറയുകയാണോ? ഈ പ്രേതകഥകൾ ഉണ്ടാക്കി എഴുതുന്ന, അല്ലെങ്കിൽ പ്രേതസഞ്ചാരമുള്ള സ്ഥലത്ത് ഗൃഹത്തിൽ പോകുന്ന എനിക്ക് ഇതുപോലത്തുള്ള ചില ചിന്തകളും തോന്നലുകളും ഒക്കെ ഉണ്ടാകും. ടീച്ചർ പറയുന്ന സ്വാമിക്ക് കുറേ മാനസികമായ പ്രശ്നമുണ്ടെന്നാണ്.
ഈ പ്രേതങ്ങളെ കാണുമ്പോൾ, ഇല്ലെങ്കിൽ ശ്മശാനങ്ങൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാടുകൾ കാണുമ്പോൾ സ്വാമിയുടെ മനസ്സിൽ വേറൊരു ആളായിട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നും. ശരിയായിരിക്കും, ഇതെല്ലാം നമ്മളെ മനസ്സിനെ ബാധിക്കുന്നതാണല്ലോ. എന്തായാലും ഇദ്ദേഹം ഭയന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് സദാനന്ദൻ എന്നാണ്. സദാനന്ദൻ ഭയക്കാൻ പോയില്ല. സദാനന്ദൻ പറഞ്ഞു, നിങ്ങൾ മരിച്ചുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ വിശ്വസിച്ചോളൂ. നസീർ സാറിനുമായിട്ട് എന്തുമായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം നസീർ എന്ന് പറഞ്ഞ് നിർത്തി എന്നാണ് പറയുന്നത്. എനിക്കിത് സത്യം പറഞ്ഞ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, സദാനന്ദൻ മാഷേ, നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കുകയാണോ, അതായത് നിങ്ങളൊരു കഥയായിട്ട് വന്ന് എന്നെ പരീക്ഷിക്കാൻ വന്നതാണോ? ഞാൻ സത്യം പറയാമല്ലോ, ഞാനിത് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. മരിച്ച പലരും, കാരണം ഞാൻ പിന്നെ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളോട് പറഞ്ഞു, കെട്ടത് ഞെട്ടി ഉണർന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു, എൻ്റെ അമ്മ എന്തൊക്കെന്തോ സംഭവിച്ചു, അമ്മയൊന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു, എടുക്കുമ്പോൾ സഹോദരിയാണ്. അമ്മ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് ചില കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെ ഉണ്ടാകും, ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും. ഇതൊന്നും സയൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ പ്രേത വിഷയങ്ങൾക്കകത്ത് എനിക്ക് മനസ്സിലാകുന്നിടത്തോളം കാലം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം, സാധാരണ മനുഷ്യൻ്റെ ചിന്താധാരകൾക്കപ്പുറത്തുള്ള ഒരുപാട് വിഷയമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ എന്താ വിജയശ്രീയായിട്ട് യാത്ര ചെയ്തു? യാത്ര ചെയ്തു. താങ്കളുടെ അമ്മാവൻ എന്തായിരുന്നു? എൻ്റെ അമ്മാവൻ സ്റ്റണ്ട് മാസ്റ്ററൊക്കെ ആയിരുന്നു. പിന്നെ ആ സ്റ്റുഡിയോട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നുള്ളതൊക്കെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞ. എൻ്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തുണ്ട്? അത് അദ്ദേഹത്തിൻ്റെ വീടാണ് എനിക്ക് തന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെ മരിച്ചു? അദ്ദേഹം ക്രമേണ രോഗാതുരനായിട്ട് മരിച്ചു. പക്ഷേ അന്നത്തെ കാലത്ത് സിനിമയിൽ പിന്നെ കുറേ കാലം ഡ്രൈവറായിട്ട് ജീവിച്ചു. അന്നത്തെ കാലത്ത് ഈ വളരെ 60-72 കാലഘട്ടത്തിലോ ആ കാലഘട്ടത്തിലൊക്കെ സിനിമയിൽ വളരെ സജീവമായിട്ട് നിന്ന ഉദയ സ്റ്റുഡിയോയിൽ ടെക്നീഷ്യനായിട്ടൊക്കെ ജോലി ചെയ്ത്, ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്ത്, അന്നത്തെ കാലമല്ലേ, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സൊക്കെ സിനിമാ മേഖലയിൽ വന്ന് സിനിമയൊക്കെ പുഷ്ടിയാക്കി, അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയി സിനിമയിലൊക്കെ പഠിച്ച്, സിനിമയെക്കുറിച്ചൊക്കെ പഠിച്ചു എന്നുള്ള സിനിമകൾ ചെയ്യുന്നവരല്ലല്ലോ അന്നത്തെ കാലത്ത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് വിജയശ്രീ എന്തായി? ഞാൻ അവരുമായിട്ട് യാത്ര ചെയ്തു. ഞാൻ അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരോടത്ത് ഞാൻ ചോദിച്ചു, എനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു, ആ അമ്മാവൻ്റെ പേര് ഇന്നതാണ്, ആ അമ്മാവൻ തന്ന 3 സെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ആണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ചെറിയ ഭയം തോന്നിയെന്ന് പറഞ്ഞു. കാരണം ഇവർ സീറ്റിൻ്റെ പുറയിലിരിക്കുകയും സീറ്റിൻ്റെ പുറയിലേക്ക് തലചായ്ച്ചിരുന്ന് പലതും ചിന്തിക്കുന്നതായിട്ടൊക്കെ തോന്നി. ഇദ്ദേഹം ഇന്ന് കണ്ണാടിയിലൂടെ, പഴയ അംബാസഡർക്കാരാണ്, ഇതെല്ലാം കണ്ടു എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്. തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, വണ്ടി ഇവിടെ നിർത്താൻ. അത് ഹരിപ്പാട് ഏതോ ഭാഗമാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഡോർ അടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടില്ല. എൻ്റെ മനസ്സിലേറ്റ വലിയ ആഘാതമാണ്. ഞാൻ ഈ DNA ചാനലിലെ സ്വാമിയുടെ പ്രോഗ്രാമും അവാക് മീഡിയയിലൊക്കെ ഈ പ്രേതങ്ങളെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാനായിട്ട്, ഇതെൻ്റെ മനസ്സിൽ സംഭവിച്ചതാണ്. ഞാൻ ഇതുവരെ ആരോടും ഇത് പറയാൻ നിന്നിട്ടില്ല. യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ താങ്കൾ അവിടെ കൊണ്ട് വണ്ടി നിർത്താനും താങ്കളുടെ വണ്ടിയിൽ വിജയശ്രീ കയറാനും അത് ഉദയ സ്റ്റുഡിയോയെക്കുറിച്ച് സംസാരിക്കാനും താങ്കളുടെ കുടുംബത്തിനൊരു ബന്ധമുണ്ടാകാനും ഇതിനൊക്കെ കാരണമുണ്ടാകും. താങ്കളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അമ്മാവൻ സിനിമയായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണല്ലോ. ഈ അമ്മാവനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ഈ താങ്കളുടെ വീട്ടിലുണ്ടോ? അത് ഞാൻ നോക്കിയിട്ടില്ല. തട്ടിൻ പുറത്ത് എന്തുണ്ട്? അത് അമ്മാവൻ്റെ പെട്ടികളും ഒക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കോസ്റ്റ്യൂംസ്. അദ്ദേഹം ഇപ്പം ശാരംഗപാണി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞു. ശാരംഗപാണി എന്ന് പറയുന്നത് കുഞ്ചാക്കോ പിന്നെ മുതലാളിയുടെ കാലത്ത് അന്നത്തെ മുതലാളിമാരാണ്. സുബ്രഹ്മണ്യ മുതലാളി തിരുവനന്തപുരത്ത് മെയിൻലാൻഡ് സ്റ്റുഡിയോവും, കുഞ്ചാക്കോ എന്ന് പറയുന്നത് കുഞ്ചാക്കോ മുതലാളി ഉദയ സ്റ്റുഡിയോവുമാണ്. ഇവർ തമ്മിൽ എപ്പോഴും സിനിമയിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ എനിക്കിപ്പോൾ താൽക്കാലികമായി വരാൻ ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ ഈ തട്ടുംപുറത്ത് കയറിയിട്ട് അവിടെ എന്തെങ്കിലും പെട്ടികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ, അതിനകത്ത് ഈ അമ്മാവനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്നും എന്നോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇദ്ദേഹം പഴയ സിനിമയിലൊക്കെ അങ്ങനെ ആളായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ ഉള്ള വേഷങ്ങൾ വേണമ്പോൾ നിലനിർത്തണമല്ലോ, പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കിത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് തോന്നി. കാരണം
എൻ്റെ കുട്ടിക്കാലത്താണ്. ഞാൻ 62-ൽ ജനിച്ച ആളാണ്. 72-ലായപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ സിനിമാ ഭ്രാന്തുണ്ടായിരുന്ന ആളാണ്. ഈ വിജയശ്രീയുടെ മരണത്തെക്കുറിച്ചൊക്കെ അച്ഛൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അന്നത്തെ ആൾക്കാരുടെ ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നെ വിജയശ്രീയോട് ഭയങ്കര ഭ്രമമാണ്. ഇപ്പോൾ കല ടീച്ചറിൻ്റെ അച്ഛൻ പിന്നെ നല്ല സന്താനങ്ങളെയും ഭാര്യയും കുടുംബാംഗങ്ങളെയൊക്കെ തീവ്രമായി സ്നേഹിക്കുകയും കാര്യങ്ങൾ നോക്കുന്നൊക്കെ ഒരാളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്താണ് നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സിനകത്ത് ഒരു ഫോട്ടോ. ആ ഫോട്ടോ ആരാണ്ടോ അവിടെ ഉള്ളവരെല്ലാം കൂടെ പറഞ്ഞു, ഇത് രഹസ്യ ഭാര്യയാണ്, രഹസ്യമായിട്ട് കല്യാണം കഴിച്ചതാണ്, നിങ്ങളെയും മക്കളെയൊക്കെ കളഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഓഫീസിൽ നിന്നപ്പോൾ ആ ജഗദമ്മ ഭീകര പ്രശ്നം ഉണ്ടാക്കി. സംഭവം എന്താണ്? വിജയശ്രീയുടെ ഒരു ഫോട്ടോ ആണ്. അന്നത്തെ ആൾക്കാരുടെ ഒരു ഭ്രമമായിരുന്നു. ഒരു വല്ലാത്ത ഒരു മതാലസയാണെന്ന് പറഞ്ഞുകൂടാ. ചെറുപ്പക്കാരുടെ മനസ്സിൽ, അന്നത്തെ ആൾക്കാരുടെ മനസ്സിൽ ഒരു പ്രത്യേക വികാരം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു അവർ. ഇന്നത്തെ ചില ഫോട്ടോസൊക്കെ കാണാം. അവരുടെ ശരീരപ്രകൃതിയും അവരുടെ അഭിനയവും ഒക്കെ അവരുടെ ചലനങ്ങളും ഒക്കെ ഒരു പ്രത്യേക തരത്തിലാണ്. എന്താണെങ്കിലും അന്നത്തെ ഞാനത് ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ ടീച്ചറിൻ്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞൊരു കഥയാണ് ഇതുപോലെ. അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള മനുഷ്യർ പോലും, കുടുംബത്തെ സ്നേഹിക്കുന്നവർ പോലും അങ്ങനെ ഒരു ഫോട്ടോ അവരോടൊരു ആകർഷണം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആ പെട്ടി നോക്കൂ. പെട്ടികളോ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിക്കോളൂ. ഈ വിജയശ്രീയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഇദ്ദേഹം പോയി. പിന്നെ ഒരു അറിവുമില്ല. കുറേ ദിവസത്തിന് ശേഷം ഇദ്ദേഹം വീണ്ടും വരുന്നു, എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, മുറിപ്പാലത്തടി മാടന്തമ്പുര ക്ഷേത്രത്തിലൊന്ന് വന്നാൽ മതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ സ്വാമി ചില കാര്യങ്ങൾ, എനിക്കൊരു 10 മിനിറ്റ് സമയം സ്വാമി ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഒരു കാര്യവും നടക്കുന്ന കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ ചെവി രണ്ടും പോയിരിക്കുകയാണ്. കാരണം ഈ പ്രഡിക്ഷൻസ് പറഞ്ഞ് ചെവിയിലാണല്ലോ പറയുന്നത്, അത് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഞാൻ മൊബൈൽ ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. എൻ്റെ കണ്ണിനുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ, അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. താങ്കൾ വരൂ. ഇദ്ദേഹം വന്നു. ഇദ്ദേഹം വരുമ്പോഴാണ് ഇദ്ദേഹം എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ തട്ടുപുറത്ത് കയറി ഒരുപാട് സാധനങ്ങളും കോസ്റ്റ്യൂംസും വസ്ത്രങ്ങളും എല്ലാം ഈ അമ്മാവിൻ്റെ തട്ടിൻ്റെ പുറത്തുണ്ടായിരുന്നു. ഉദയ സ്റ്റുഡിയോയിൽ. ഇദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. അതിൽ ഒരു ഇരുമ്പ് പെട്ടിക്കകത്ത് ഈ വിജയശ്രീയുടെ കുറേ ഫോട്ടോസ് മാത്രമല്ല, ഒരു വസ്ത്രം വളരെ കാലപ്പഴക്കം ചെയ്യുന്ന, അവർ ധരിച്ചിരുന്നായിരിക്കും ഏതെങ്കിലും പാട്ടിന് മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പഴയ ബ്ലൗസ്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം അയാൾ കൊണ്ടുവന്നു, എന്നെ കാണിച്ചു. അത് വളരെ പണ്ടത്തെ ആ തയ്യലുമൊക്കെ കണ്ടാൽ നമ്മൾക്കറിയാൻ പറ്റും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ വസ്ത്രം ജീർണിച്ചു പോയില്ല എന്നുള്ളതാണ് അതിനകത്തൊരു സത്യം. ഒരു പ്രാവശ്യവും കണ്ട് എനിക്കൊന്നും ആരാധന മൂത്ത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ജോലി ചെയ്ത പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോയായിട്ട് ബന്ധമുണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്തിരുന്ന ആളോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട്, ഇതിൻ്റെ കൂടുതൽ സത്യങ്ങളിലേക്ക് നമുക്ക് പോയി ചെല്ലാൻ അറിയത്തില്ല. ഇത് കോസ്റ്റ്യൂംസുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇത് പുള്ളിയുടെ പുള്ളി പറഞ്ഞു, ഞാൻ അവിടെ കാറ് കൊണ്ട് നിർത്താനും വിജയശ്രീയുടെ പ്രേതാത്മാവിൻ്റെ കാറിൽ കയറാനും എൻ്റെ വീട്ടിൽ ഇതുണ്ടാകാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഭയങ്കരമാണല്ലോ സ്വാമി. ഇത് ആരോടാണ് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരവാണുള്ളത്? നമ്മൾ എന്ത് ഉത്തരവാണ് ഇതിനകത്ത് പറയുക? ഇത് നമ്മൾ കാന്തല്ലൂർ സ്വാമി ഇരുന്ന് അന്ധവിശ്വാസം പടത്തുന്നതാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാണ്? ഞാൻ പറയും, നിങ്ങളൊന്നും ചെയ്യേണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട. ഇത് താങ്കളുടെ കാലം കഴിഞ്ഞാൽ, എന്തായാലും താങ്കൾ വിവാഹം കഴിക്കാത്ത നന്നായി, താങ്കളുടെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ ഇരുന്ന് ജീർണിച്ച് മറ്റൊന്നായി ആ വീടിനോട് ഇടിച്ച് താർന്ന് ലയിക്കും. ഇതിനെല്ലാം കൊണ്ടുവന്ന് രാമേശ്വരത്ത് പോയിട്ട് ഇതെല്ലാം തന്നെ ആ രാമേശ്വരം കടലിൽ ഒഴുക്കിക്കളയണം. ഇതെല്ലാം തന്നെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ട്. നസീർ സാറുമായിട്ടൊക്കെ ഉമ്മറൊക്കെ ആയിട്ടുള്ള ഫോട്ടോ, അടർബാസിയായിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും ആവശ്യമില്ല. എന്നാൽ താങ്കൾ അതിൻ്റെ 22 അവിടെ ബലികർമ്മങ്ങൾ ചെയ്യുക. ആർക്കൊന്നൊന്നുമില്ല, 22 പിതൃക്കൾക്കും എല്ലാം കൂടെ ചേർത്തൊരു ബലികർമ്മങ്ങൾ ചെയ്യുക. 22 തീർത്ഥങ്ങളിലൊന്ന് കുളിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിനൊരു ശാന്തി കിട്ടും. 2-3 ദിവസം അവിടെ താമസിക്കുക രാമേശ്വരത്ത്. കുളി എത്ര വേണമെങ്കിലും ആകാം. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു പോയി. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ഇനി അദ്ദേഹം അത് കടലിൽ ഒഴുക്കിയോ
അത് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ ആരാധന മൂത്ത് ഇദ്ദേഹം അതൊന്നും നശിപ്പിക്കാതെ വീണ്ടും സംരക്ഷിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഒന്നും പിന്നാമ്പുറ കഥകൾ എനിക്കറിഞ്ഞുകൂടാ. ഇത് എന്തായാലും ഇത്രയും ഒരു കാര്യം സംഭവിച്ചു എന്നുള്ള സത്യമാണ്. ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത് ഇദ്ദേഹം പറയുന്നു. അപ്പം പ്രേതാത്മാവ് ഇനി ഇദ്ദേഹം വിജയശ്രീ എൻ്റെ വണ്ടിയിൽ കയറിയത് ഈ അമ്മാവനുമായിട്ട് എന്തെങ്കിലും സൗഹൃദം ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ അമ്മാവന് ഇത്രയും സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഞാൻ പറഞ്ഞു, അതിപ്പോൾ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം പണ്ടത്തെ കാലത്ത് സിനിമാ നടന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ സൂക്ഷിക്കുമല്ലോ. ആൾക്കാർക്ക് ആരാധന മൂത്താൽ ഇതൊക്കെ സൂക്ഷിക്കും. ഇപ്പോൾ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നൊരു റിങ് ഒരാൾ ഊരി കൊടുത്താൽ അത് സൂക്ഷിക്കൂലേ? കാലങ്ങളോളം സൂക്ഷിക്കും. അത് ആരാധനയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്? പ്രേതാത്മാക്കളുണ്ടെന്നാണോ അല്ലെന്നാണോ? എൻ്റെ ബലമായ സംശയം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മരണാനന്തര ശേഷം ഒരു ജീവിതമുണ്ടെന്നാണ്. ഞാൻ പ്രേതഭൂമികയിലൂടെ സുനിൽ പരമേശ്വരൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങി. അത് ഞാൻ മുമ്പ് എഴുതിയ 2-3 പ്രേതകഥകളുടെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ, തിരഞ്ഞെടുത്ത പ്രേതകഥകൾ, ഇതൊക്കെയുണ്ട് അനുഭവങ്ങൾ. ഇപ്പോൾ ഞാൻ പുതുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ ചില സംഭവങ്ങളാണ്. ഒരാൾ ഒരു മാനസികമായി ഒരു നില തെറ്റിയപ്പോൾ ഒരു ഭ്രാന്താശുപത്രിയിൽ പോയി പെട്ടു. ഭ്രാന്താശുപത്രി പോകേണ്ടി വന്നു. അതിന് ലഹരി വല്ലതും ഉപയോഗിച്ചിട്ടാണോ എന്ന ഭ്രാന്തായതോടൊന്നും എനിക്കറിയില്ല. ആ മുറിയിൽ പണ്ട് കിടന്ന് മരിച്ച ഒരു ഒരു ഭ്രാന്തൻ പ്രേതാത്മാവായിട്ട് ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നതാണ് ഞാൻ എഴുതിയതും എന്നോട് ഇദ്ദേഹം പറഞ്ഞതും. എനിക്ക് ഇദ്ദേഹം പറയുന്ന കഥ കേട്ടപ്പോൾ ഈ രാത്രി ഇയാൾ മാനസികമായിട്ട് ഇയാൾ ഈ ഡ്രഗ്സ് വല്ലതും കഞ്ചാവ് വല്ലതും ഉപയോഗിച്ച് നിലയേറ്റപ്പോൾ വീട്ടുകാരോട് ഇട്ടതാണ്. പക്ഷെ ആ മുറിയിൽ നേരത്തെ ഒരാൾ, ഇല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ഒരാൾ ഈ ലഹരി, ഈ കഞ്ചാവ് മദ്യമൊക്കെ ഉപയോഗിച്ച് ഭ്രാന്തായിട്ട് കൊണ്ടിട്ട് ആളെ തൂങ്ങി മരിക്കുമല്ലോ ചെയ്ത് കാണും. അയാൾ ഇരുന്ന് പറയുന്ന കഥയാണ്. വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാൻ അവിടെ പോയി, ഇയാൾ എന്നോട് പറഞ്ഞ വീട് അവിടെ ഉണ്ട്, ഇയാളെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇയാളെ മൂട് കുടിയനായിരുന്നു, ഇയാളെ കുടിപ്പിച്ച ആളിനെ കുറിച്ച് പറഞ്ഞു. ഈ കുടിപ്പിച്ച ആൾക്ക് ഇയാൾ നിർബന്ധപൂർവ്വം കുടിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മറ്റേ ആളുമായിട്ട് ഹിതമല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കുടിപ്പിച്ച് ബോധമില്ലാതാക്കിയിട്ട് മറ്റേ ആൾ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടാക്കി. അങ്ങനെ ഇയാളെ ഭ്രാന്തനായി കൊണ്ടുവന്ന് ഇത് കണ്ടുപിടിച്ച് അലമുറയിട്ട് അടിപിടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇയാളെ ഭ്രാന്തനാക്കി കുടിച്ചുകൊണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടുവന്ന് ഭ്രാന്താശുപത്രിയിലിട്ട് ഇയാൾ ഭ്രാന്താശുപത്രിക്ക് അത് തൂങ്ങി മരിച്ചു. എങ്ങനെ മരിച്ചു എന്നുള്ളത് അറിയത്തില്ല. അയാൾ വന്നിട്ട് ഇങ്ങേരോട് ഈ കഥ പറയുവാണ്. ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഇദ്ദേഹം പോയി കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. സ്വാമി ഞാനിത് കണ്ടുപിടിച്ചു. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അയാളുടെ ഭാര്യ, അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ അവസാന കാലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടും, മറ്റവൻ ചതിച്ച് ഇവരനുഭവിച്ച് മരിക്കും. എനിക്ക് 2 മക്കളുണ്ട്, ഈ 2 മക്കളെ അനുഭവിക്കാൻ ഇവന് യോഗം കാണില്ല, ഇവൾക്ക് യോഗം കാണൂല, നരകിച്ച് ഈ സ്ത്രീ മരിക്കും, സ്വാമി നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോളൂ, എന്നെങ്കിലും ഒരിക്കൽ ഇവൾ മരണത്തിൽ കിടക്കും, ഇവൾ സ്വയം മരണം തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയോടടുത്ത് ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ജീവിതം എങ്ങനെ? അത് ഞാൻ മരിക്കും, എൻ്റെ ഭർത്താവിനോട് ഞാൻ ചെയ്ത നീതികേട് കൊണ്ട് ഞാൻ തൂങ്ങി മരിക്കാനുള്ള ശ്രമമാണ്, അദ്ദേഹം തൂങ്ങിയാണ് മരിച്ചതെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം നമ്മളിത് എവിടെയാണ് അവിശ്വസിക്കുക? എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുക? അപ്പം ഞാൻ ചോദിച്ചു, മറ്റേ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന്. ആരെ? ഇദ്ദേഹത്തിനോട് കഥ പറഞ്ഞ ആളിനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിളിച്ചാൽ ഇടക്കാലത്തൊക്കെ പുള്ളി പറയുന്നത് ചില പൗർണമി ദിവസങ്ങളിൽ ഈ ശൂളമടിക്കുന്ന ശബ്ദം കേൾക്കും. ഈ ശൂളമടിക്കുന്ന പാട്ട് പണ്ട് കാലത്ത് അയാൾ ശൂളമടിച്ച് പാടിക്കൊണ്ടിരുന്നതാണ്. അത് ഇദ്ദേഹം കേൾക്കും. ആ മുറിയിൽ കിടന്ന ഒരാൾ അദ്ദേഹം കേൾക്കുമ്പം സാന്നിധ്യമാക്കിയിട്ട് ചില ചിന്തകൾ, ആ ഉറക്കത്തിൽ ചില ചിന്തകളിലേക്ക് ഇയാൾ ചെന്ന് പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ചില മനഃശാസ്ത്ര ഡോക്ടർമാരുമായിട്ടൊക്കെ ഇത് സംസാരിച്ചു. ഞാൻ അന്ധവിശ്വാസമായി പോയല്ലോ. ഇപ്പോൾ ഇനി അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. ഞാനിതിനകത്ത് പെട്ടുപോയി. ഞാൻ എന്ത് പറഞ്ഞാലും ഇത് അന്ധത വളർത്തുന്ന ആളാണ്, മാന്ത്രിക നോവൽ എഴുതുന്ന ആളാണ്, പ്രേത നോവൽ എഴുതുന്ന ആളാണ്, ഞാൻ അന്ധത പടർത്തുന്ന ആളാണെന്ന് പറയും. പക്ഷേ ഇതിനൊക്കെയുള്ള ഈ സത്യം നമ്മൾ എവിടെ കൊണ്ടാണ് ഇല്ലയെന്ന് പറയാൻ പറ്റുക? ഭയങ്കര സംഭവമില്ല. എന്നാലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ വിജയശ്രീയുടെ കഥ കേട്ടാലും ഈ ഭ്രാന്താശുപത്രി കിടന്ന് അതിനു മുമ്പ് അവിടെ തൂങ്ങി മരിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിത രഹസ്യങ്ങൾ ഇയാളോട് പറയുകയും ശൂളമടിച്ച് ഇയാൾ ഏതോ ഒരു പാട്ട് പാടുമ്പം അയാൾ അന്ന് രാത്രി ബോധത്തിലൂടെ വന്ന് ബാക്കി കഥകൾ പറയുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനുശേഷം നല്ല കുളിർമയാണ്, എനിക്ക് ചില കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ പറയും? നിങ്ങളപ്പോൾ ജ്യോതിഷം പഠിക്കുമോ? ജ്യോതിഷമൊന്നും പഠിക്കേണ്ട, ചില കാര്യങ്ങൾ സ്വാമി നമുക്ക് അത്ഭുതമാണ്,
അത്ഭുതമാണ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനതിനെ നിഷേധിക്കാൻ പോയില്ല. ചില പ്രേതാത്മാക്കൾ ചില പ്രത്യേക ലെയറിലൂടെ ചില ഘട്ടങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ സൂചനകൾ തരും. അവിടെ ദൈവവിശ്വാസമില്ലാത്തവരും ഹൈന്ദവതയെ ആക്ഷേപിക്കുന്നവരും ഹിന്ദു സന്യാസിമാരെ ആക്ഷേപിക്കുന്നവരും ഇത് അന്ധവിശ്വാസം പടർത്തുന്നവരാണെന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടി ആക്ഷേപിച്ച് പൊട്ടിച്ചിരിച്ച് എന്നവർക്കൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വന്നു ചേർന്ന ചില സംഭവങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാത്ത നഗ്നനേത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മൾ അനുഭവിച്ചാൽ മാത്രം അറിയാവുന്ന ചില നിഗൂഢമായ സത്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ മരവിച്ച് നിൽക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇതൊന്നും ഞാൻ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. എന്നിലേക്ക് വന്ന് നിറയുന്ന ചില സത്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കലിയുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തുകളിൽ പോയി പെടാതെ ദൈവത്തിനോട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. കാരണം വരാൻ പോകുന്ന വലിയ വലിയ വിപത്തുകൾ, നമുക്ക് അടക്കാൻ പറ്റാത്ത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ വലിയ സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ മരവിച്ച് നിൽക്കുമ്പോൾ ഒപ്പം നമ്മുടെ മനസ്സും മനസാക്ഷിയും മരച്ചു എന്ന സംഭവങ്ങൾ ഉണ്ടാകരുതേ, നമുക്ക് കാണാൻ കഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. നമസ്കാരം.